വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ഒരാഴ്ച കാലം ഞാൻ മൊത്തം തിരക്കിലായിരുന്നു. അതുകൊണ്ട് വീഡിയോകളൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ ലാസർ വി മാത്യു അറിയപ്പെടുന്ന, ഇന്ത്യയിലെന്നല്ല ഇന്ത്യക്ക് വെളിയിലുമെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനായ ലാസർ വി മാത്യു എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞ ഒരു ബൈബിളിലുള്ള ഒരു കാര്യം അദ്ദേഹം തെറ്റായി വ്യാഖ്യാനിച്ച് സംസാരിച്ചതിനെക്കുറിച്ച് ഇങ്ങനെ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ കേൾക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത എന്താണെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ലാസർ വി മാത്യു പറഞ്ഞ ആ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് ആ മെസ്സേജിൻ്റെ ആ പ്രധാന ഭാഗം എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് പറയാം. 7-ാം അധ്യായം 14-ാമത് വാക്യം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. അതെന്നാ? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇങ്ങനൊരു ചരിത്രം ക്രിസ്തുവിന്റെ ചരിത്രത്തിലല്ലാതെ ആർക്കും പറയാനില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ, ഞങ്ങള് അവനെ കൂടെ ഒന്ന് ആരാധിക്കട്ടെ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ സ്വീകരിക്കുവാൻ പ്രായമാകും വരെ, അവിടെ 15-ാം വാക്യത്തിൽ അങ്ങനെയാ പറയുന്നത്, അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അതെന്താ? മുലപ്പാലില്ലാഞ്ഞതുകൊണ്ട്. അതെന്നാ? കന്യകയായതുകൊണ്ട്. കന്യക ഗർഭിണിയായ മകനെ പ്രസവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരുടെയും പാല് കുടിച്ചു വളർന്നതല്ല കർത്താവ്. പോരാ പോരാ പോരാ. ഹല്ലേലൂയ. യേശുക്രിസ്തു കന്യകമറിയാമിന്റെ മുലപ്പാൽ കുടിച്ചു വളർന്നിരുന്നെങ്കിൽ ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല. മനസ്സിലായോ പറഞ്ഞത്? ആരുടെയും രക്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രക്തം എന്റെ യേശുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ടാ വിളിച്ചു പറഞ്ഞത്, അവന്റെ രക്തം പുണ്യാഹ രക്തമാണ്, വിലയേറിയ രക്തം. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നിന്നുള്ള ഒരു ഉദ്ധരണി എടുത്താണ് അദ്ദേഹം പറഞ്ഞത്. യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ഈ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ലാസർ വി മാത്യു എന്ന് പറയുന്ന പാസ്റ്റർ എത്ര വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം വിളിച്ചു പറയുന്നത്. അപ്പോൾ ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമല്ല എന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം ശ്രദ്ധിച്ച് വായിച്ചാൽ ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് യേശുക്രിസ്തുവിൻ്റെ പ്രവചനമല്ല, പിന്നെ ഇത് ആരെക്കുറിച്ചുള്ളതാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമല്ല എന്നുള്ളതിന് ഞാൻ ഇതിൻ്റെ തന്നെ ഒരു ഉദാഹരണം പറയാം. ഈ വാക്യത്തിൽ നിന്ന് തന്നെ ഞാൻ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമല്ല എന്നുള്ളതിന് പറയാം. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അത്രയും ഭാഗം നോക്കുമ്പോൾ കന്യക മറിയം യേശുവിനെ പ്രസവിച്ചു എന്നുള്ളത് കറക്റ്റാണ്. അത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അതായത് മറിയ കന്യകയായിരുന്നു, അവൾ ഒരു മകനെ പ്രസവിച്ചു. അത്രയും ഭാഗം മാത്രം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണെന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എന്നാൽ അതിനുശേഷം പറയുന്നത് ഇങ്ങനെയാണ്: അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പോൾ മറിയ പ്രസവിച്ച
യേശു ക്രിസ്തുവിനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിച്ചിട്ടില്ല. മറിയം വിളിച്ചിട്ടില്ല, യോസേപ്പും വിളിച്ചിട്ടില്ല, സമൂഹവും വിളിച്ചിട്ടില്ല. നസറേത്തിലോ ഗലീലയിലോ ഒന്നും യേശു ക്രിസ്തുവിനെ ഇമ്മാനുവേൽ എന്ന് ആരും വിളിച്ചിട്ടില്ല. അപ്പോൾ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇമ്മാനുവേൽ എന്ന പേര് യേശുവിനെ ആരും വിളിച്ചിട്ടില്ല. മറിച്ച് സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ മറിയോട് ദൂതറിയിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: അവന് യേശു എന്ന് പേര് വിളിക്കണം. യോസേപ്പിനോട് ദൂതൻ പറഞ്ഞത് അങ്ങനെയാണ്: അവന് യേശു എന്ന് പേര് വിളിക്കണം. അപ്പം യേശുവിനെ ഇമ്മാനുവേൽ എന്ന പേര് ആരും വിളിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ പ്രവചനപ്രകാരം അത് യേശുക്രിസ്തുവിൻ്റെ പേരല്ല, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ ആ ഭാഗം വിടുക. അത് പിന്നെ ആരെക്കുറിച്ചുള്ളതാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഞാൻ ആ ഭാഗം വിടുകയാണ്. അപ്പോൾ ആ വാക്യം എടുത്തുകൊണ്ടാണ് ഈ ലാസർ മാത്യു പറയുന്നത്, അവൻ നന്മ തിരഞ്ഞെടുത്ത് തിന്മ തള്ളിക്കളയുവാൻ പ്രായമാകുന്നതുവരെ, അതായത് നന്മ തിന്മകളെ തിരിച്ചറിയുവാനുള്ള വിവേകബുദ്ധി ഉണ്ടാകുന്നതുവരെ അവൻ തൈരും തേനും കൊണ്ട് മാത്രം ജീവിക്കും എന്നാണ് ലാസർ മാത്യു എന്ന് പറയുന്ന അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മറിയ കന്യകയായിരുന്നത് കൊണ്ട് മറിയയ്ക്ക് മുലപ്പാൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. കാരണം മറിയ പുരുഷ സംസർഗം കൂടാതെ കുട്ടി ജനിച്ചതുകൊണ്ട് മറിയയ്ക്ക് മുലപ്പാൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വർണ്ണിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നൊരു കാര്യം, മുലപ്പാൽ ഉണ്ടായിരുന്നു എങ്കിൽ ആ മുലപ്പാൽ യേശു കുടിക്കുകയും ആ മറിയയുടെ രക്തത്തിൻ്റെ ഒരു അംശം യേശുക്രിസ്തുവിൻ്റെ ഉള്ളിൽ വരികയും ആ രക്തം പാപമംഗലമായ രക്തമാവുകയും ലാസർ മാത്യു എന്ന് പറയുന്ന അദ്ദേഹത്തെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ആ രക്തത്തിന് അർഹതയില്ലാതെ വരികയും ചെയ്യുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് കന്യാമറിയത്തിൻ്റെ മുല കുടിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന് വീണ്ടെടുപ്പിനുള്ള യോഗ്യത നഷ്ടപ്പെടും എന്നാണ് ലാസർ മാത്യു പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ വിവരക്കേടെന്നല്ലാണ്ട് നമുക്ക് എന്തു പറയാൻ പറ്റും? ഞാൻ അദ്ദേഹത്തെ വിവരം കെട്ടവനെന്ന് പറയുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ലോകത്തിൽ അറിയപ്പെടുന്ന ജനസമ്മതനായ ഒരു പ്രസംഗകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു അബദ്ധം പറ്റി, ഒരു ശ്രദ്ധക്കുറവ് പറ്റി, അല്ലെങ്കിൽ എന്ന് മാത്രമേ ഞാൻ അതിൽ മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: ഈ യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ ഉദ്ധരണി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉദ്ധരണി അല്ല എന്നുള്ളതിന് ഞാനിപ്പോൾ ഒരു തെളിവ് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും എന്നാണ് പറഞ്ഞത്. അത് ഒരിക്കലും യേശുക്രിസ്തു ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ യേശുക്രിസ്തു മുല കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുല കുടിച്ചിട്ടുണ്ട് എന്ന് ഒരു സൂചനയുള്ള ഒരു വചനമെങ്കിലും വേദപുസ്തകത്തിലുണ്ട്. അതിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വായിക്കാൻ ലൂക്കോസിൻ്റെ വിശേഷം 11-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ പറയുവാണ്: ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിന് അവൻ, അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. അപ്പോൾ പുരുഷാരത്തിന് യേശുക്രിസ്തുവിനെ അനുഗമിച്ച പുരുഷാരത്തിൽ നിന്ന് ഒരു സ്ത്രീ പറയുകയാണ്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും, അതായത് കന്യകമറിയാമിൻ്റെ ഗർഭപാത്രവും കന്യകമറിയാമിൻ്റെ മുലയും ഭാഗ്യമുള്ളതെന്ന് ഈ സ്ത്രീ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അല്ലെങ്കിൽ കന്യകമറിയാം ഭാഗ്യമുള്ളതാണെന്ന് ഈ സ്ത്രീ പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത്, അല്ല, ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാരെന്ന് യേശുക്രിസ്തു പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആരും മുല കുടിക്കാതെ വളർന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ആ സ്ത്രീ പറഞ്ഞത്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ മോശയുടെ കഥയൊക്കെ വായിക്കുമ്പോൾ ഈ കൂലിക്ക് ആളെ വിളിച്ചു കൊണ്ടുവന്ന് മോശയ്ക്ക് മുല കൊടുത്തതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ശമൂവേൽ ബാലനെ പള്ളിയിൽ സമർപ്പിക്കാനായിട്ട് കൊണ്ടു ചെല്ലുമ്പോൾ അവൻ്റെ മുല കൂടി മാറുന്നത് വരെ അവനെ ഞാനിവിടെ ഏൽപ്പിക്കത്തില്ല, മുല കൂടി മാറുമ്പോൾ കൊണ്ടുവന്ന് പള്ളിയിൽ സമർപ്പിക്കാം എന്നാണ് അവൻ്റെ അമ്മ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ മുല കുടിക്കാതെ ആരും വളർന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാവരും മുല കുടിച്ചിട്ടുണ്ടെന്നുള്ളതൊന്നും വേദപുസ്തകത്തിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള 2 ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ മോശ ഇസ്രായേലിന് പ്രമാണം നൽകിയ മനുഷ്യനാണ്. ആ മനുഷ്യൻ പോലും മുല കുടിച്ചാണ് വളർന്നത്. ഇനി യേശുക്രിസ്തു മുല കുടിച്ചില്ല എന്ന് ഈ ലാസർ ബി മാത്യു എന്ന് പറയുന്ന ആ മനുഷ്യൻ പറയുന്നത് കന്യമറിയത്തിന് മുലപ്പാൽ ഉണ്ടായിരുന്നില്ലെന്നാണ്. കാരണം അവൾ കന്യകയായിരുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ മനുഷ്യരുടെ ഇടയിലുണ്ട്. അതായത് യേശുക്രിസ്തു ദൈവമാണെന്നുള്ള ആ ഒരൊറ്റ കാര്യം മാത്രം വിശ്വസിക്കുന്നു, എന്നാൽ യേശു മനുഷ്യനാണെന്നുള്ള കാര്യം അവഗണിക്കുന്നു. അപ്പോൾ യേശു മനുഷ്യനാണെന്നുള്ള കാര്യം നമ്മൾ പരിഗണിക്കുമ്പോൾ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തെയും യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തെയും നമുക്ക് വിലയിരുത്താൻ കഴിയത്തുള്ളൂ. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ എന്നാ വായിക്കുന്നതെന്നറിയോ? ഞാനിങ്ങനെ വായിച്ച് കേൾപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 3-ാം വാക്യം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരം പാവജഡത്തിൻ്റെ സാദൃശ്യമുള്ളതാണ് എന്നാണ് വായിക്കുന്നത്. ഇനി എബ്രായ ലേഖന കർത്താവ് പറയുന്ന ഒരു വാക്യം കൂടി ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്: മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ചു. അപ്പോൾ റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതും എബ്രായ ലേഖന കർത്താവ് പറയുന്നതും നമ്മളുടെ ശരീരം പോലെയുള്ള ഒരു ശരീരമായിരുന്നു യേശുവിൻ്റെ ശരീരം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന് പാപമില്ലായിരുന്നു, അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രകൃതി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ശരീരം നമ്മുടെ ശരീരം പോലെ തന്നെയായിരുന്നു എന്നുള്ളതാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആയിരുന്നത് പോലെ തന്നെ അവനും അവരെ പോലെ ജഡരക്തങ്ങളുള്ളവനായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് ചില ഉദാഹരണങ്ങൾ ഞാനിങ്ങനെ പറയാം. നമ്മുടെ ജഡത്തിനുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിനും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് യേശുക്രിസ്തു പരീശൻ്റെ വീട്ടിൽ മാത്രമല്ല, മത്തായിയുടെ വീട്ടിൽ പല വീടുകളിലും യേശുക്രിസ്തു പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന മനുഷ്യരെല്ലാം കഴിച്ച ഭക്ഷണം തന്നെയാണ് യേശുവും കഴിച്ചത്. യേശുക്രിസ്തുവിന് ഒരു പ്രത്യേക ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുത്തതല്ല. അപ്പോൾ ആ വീട്ടിലിരുന്ന് എത്ര പേര് ഭക്ഷണം കഴിക്കാൻ കൂടിയോ അവരെല്ലാവരും ഒരേ ഭക്ഷണമാണ് കഴിച്ചത്. അതുപോലെ തന്നെ യേശുക്രിസ്തു അന്നത്തെ കാലത്ത് കിട്ടാവുന്ന അത്തിപ്പഴവും മുന്തിരിപ്പഴവും ഒക്കെ കഴിച്ചിട്ടുണ്ട്, ഈത്തപ്പഴവും ഒക്കെ കഴിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്തിയിൽ ഫലം അന്വേഷിച്ച് യേശുക്രിസ്തു പോയി. അപ്പോൾ അന്ന് ഇസ്രായേൽ ജനം കഴിച്ചിരുന്ന എല്ലാ ആഹാരങ്ങളും യേശുക്രിസ്തുവും കഴിച്ചിരുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ യേശുക്രിസ്തുവിന് ഉറങ്ങുവാനുണ്ടായിരുന്നു, നമ്മളെപ്പോലെ യേശുക്രിസ്തുവിനെ കരയുവാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തു ദുഃഖിക്കുമായിരുന്നു, നമ്മളെപ്പോലെ യേശുക്രിസ്തു സന്തോഷിക്കുമായിരുന്നു, നമ്മെപ്പോലെ യേശുക്രിസ്തുവിന് വേദന അനുഭവിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിന് എന്തെല്ലാം അനുഭവവേദ്യമാകുമായിരുന്നോ അതെല്ലാം യേശുക്രിസ്തുവിനും അനുഭവിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെറുപ്പത്തിൽ പ്രസവിച്ചതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ വളർന്നത് അതുപോലെ തന്നെ യേശു വളർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ദൈവത്തിൻ്റെ കൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു എന്ന് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവനിൽ പാപപ്രകൃതി ഇല്ലായിരുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ വ്യത്യാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ വിധത്തിലും യേശുവിൻ്റെ ശരീരം നമ്മുടെ ശരീരം പോലെയുള്ള ശരീരമായിരുന്നു. അതിന് ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവൻ വള്ളത്തിൽ പോലും ക്ഷീണിതനായി കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മെപ്പോലെ ഉറങ്ങാൻ കഴിയുന്ന, നമ്മെപ്പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന, നമ്മെപ്പോലെ തന്നെ സഞ്ചരിക്കുന്ന, നമ്മെപ്പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ശരീരമാണ് യേശുക്രിസ്തുവിന് ഉണ്ടായിരുന്ന ശരീരം. അപ്പോൾ ആ ശരീരത്തിൽ യേശുക്രിസ്തു മുല കുടിച്ചാണ് വളർന്നത് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിനെ പ്രസവിക്കുന്നത് സത്രത്തിലാണ്, അവനെ കിടത്തിയത് കാലിത്തൊഴുത്തിലാണ്, പുൽത്തൊട്ടിയിൽ. അപ്പോൾ
യേശുവിനെ പ്രസവിച്ച സമയത്ത് അവരുടെ കയ്യിൽ തേനും തൈരും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർ യാത്ര പോകുന്ന വഴിയിലാണ് പെട്ടെന്ന് പ്രസവവേദന ഉണ്ടായത്. പെട്ടെന്ന് പ്രസവവേദന ഉണ്ടായി കഴിഞ്ഞ് സത്രത്തിൽ വെച്ച് പ്രസവിച്ചു. സത്രത്തിൽ വെച്ച് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് കൊച്ചിനെ കൊണ്ടുവന്ന് പുൽത്തൊട്ടിയിൽ കിടത്തി. ഈ സമയത്തൊന്നും അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നില്ല, തൈരും തേനും ഒന്നും അവർ കരുതിക്കൊണ്ടല്ല പോയത്. അങ്ങനെ ഒന്നും ഒരു സൂചന പോലുമില്ല. അതാ ഇനി നമുക്ക് ഇനി അവിടെ അവർ തൈരും തേനും ഒക്കെ അവരവിടെ ഉണ്ടാക്കി അല്ലെങ്കിൽ സംഘടിപ്പിച്ച് കൊച്ചിന് കൊടുത്തു എന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു കൊച്ച് ജനിച്ചു കഴിയുമ്പോൾ ആദ്യം കൊടുക്കുന്നത് തൈരും തേനും ഒന്നുമല്ല. അങ്ങനെ ഈ ലോകത്തിൽ വിവരമുള്ള ഒരു മാതാവും പിതാവും കൊടുക്കത്തില്ല. അപ്പോൾ തൈരും തേനും ഒക്കെ കൊടുക്കണമെങ്കിൽ ഒരു 4-5 മാസം 5-6 മാസം എങ്കിലും കഴിഞ്ഞെങ്കിൽ ഇതൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ജനിച്ചു വീഴുന്ന കൊച്ചിന് ആദ്യം കൊടുക്കുന്നത് തൈരും പിന്നെ തേനും ഒന്നുമല്ല കൊടുക്കുന്നത്. അതൊക്കെ അദ്ദേഹം എന്ത് അർത്ഥത്തിലാണ് പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇനി അദ്ദേഹത്തിന് യേശുക്രിസ്തുവിന് തൈരും തേനും കൊടുത്തിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ പറയാം. ഒരു വിശേഷമായ ഒരു ഭക്ഷണക്രമം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യവും 4-ാം വാക്യവും അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യവും അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്: യോഹന്നാനോ ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ധരിച്ചും വെട്ടുക്കിളിയും കാട്ടുതേനും ഉപജീവിച്ചു വന്നു. ഇവിടെ പറയുന്നത് യോഹന്നാന് ഒട്ടകരോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. അവൻ്റെ ആഹാരമോ വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ ആഹാരത്തെക്കുറിച്ച് കൂടെ എഴുതിയിട്ടുണ്ട്, അവൻ്റെ വസ്ത്രത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? യോഹന്നാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് അവൻ്റെ വസ്ത്രത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു, അവൻ്റെ ആഹാരത്തിന് വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാട്ടുതേൻ കഴിച്ച് ജീവിച്ച ഒരു വ്യക്തി യോഹന്നാനാണ്. അപ്പോൾ യോഹന്നാൻ വനപ്രദേശത്ത് ജീവിച്ചു. അവൻ്റെ ആഹാരം കാട്ടുതേനും വെട്ടുക്കിളിയുമായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ ഇത് എടുത്തു കാണിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ്റെ ആഹാരത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ ആ പ്രത്യേകത വേദോത്സവത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമേ ഞാൻ കാണിച്ചാൽ, പഴയ നിയമത്തിലൊക്കെ നമുക്ക് പല ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് കാണിച്ചത്. യോഹന്നാൻ കാട്ടുതേനും വെട്ടുക്കിളിയും കൊണ്ട് ആഹാരം കഴിച്ച് ഉപജീവിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ്റെ ആഹാരത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ആഹാരത്തിന് ഇതുപോലെ പ്രത്യേകത ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്താതിരിക്കത്തില്ല. അപ്പോൾ യേശുക്രിസ്തു തൈരും തേനും കൊണ്ട് ഉപജീവിച്ചു എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ യേശുക്രിസ്തുവിൻ്റെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ യേശുക്രിസ്തുവിനെ പ്രസവിച്ചതിന് ശേഷം മറിയ യേശുക്രിസ്തുവിന് മുലപ്പാൽ കൊടുത്ത് തന്നെയാണ് വളർത്തിയത്. കാരണം യേശുക്രിസ്തുവിൻ്റെ ശരീരം നമ്മുടെ ശരീരം പോലെ തന്നെയാണ്, നമ്മുടെ ജഡരക്തങ്ങൾ പോലെ തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെയാണ് യേശുക്രിസ്തുവും കഴിച്ചത്. അതുകൊണ്ട് നമ്മൾ വളർന്നതുപോലെയാണ് യേശു വളർന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു സാധാരണ മനുഷ്യ കുഞ്ഞിനെ പോലെ തന്നെ പ്രസവിച്ച ശേഷം മുലപ്പാൽ കുടിച്ച് അങ്ങനെ അവൻ വളർന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയ സൗരസഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, യേശുക്രിസ്തു മുലപ്പാൽ കുടിച്ചിട്ടുണ്ടെന്ന് ഒരൊറ്റ വാക്യത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിന് മറുചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു ചെയ്ത എല്ലാ കാര്യങ്ങളും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ യേശുക്രിസ്തു കുളിച്ചിട്ടുണ്ടോ, ബാത്റൂമിൽ പോയിട്ടുണ്ടോ, യേശുക്രിസ്തു മൂത്രം ഒഴിച്ചിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പക്ഷെ അതൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി നമുക്കുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ പുരുഷാരത്തിലെ ഒരു സ്ത്രീ ചോദിച്ച ചോദ്യത്തിൽ പോലും ആ സ്ത്രീ ചോദിച്ചെങ്ങനെയാണ്: നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളതെന്ന് പറഞ്ഞപ്പോൾ കന്യാമറിയത്തെ ഉദ്ദേശിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ കന്യാമറിയത്തിന് ഭാഗ്യമുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് അല്ല, ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ചുറ്റുപാടുള്ള ആ ജനസമൂഹത്തിൽ എല്ലാ സ്ത്രീകളും കുഞ്ഞുങ്ങൾക്കും മുല കൊടുക്കുന്നു എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ആ സ്ത്രീയെ വിളിച്ചു പറഞ്ഞത്
നീ കുടിച്ച മുല ഭാഗ്യമുള്ളതാണെന്ന് പറഞ്ഞ്. അപ്പോൾ യേശുക്രിസ്തു മുല കുടിച്ചിട്ടുണ്ട് എന്നും യേശുക്രിസ്തു നമ്മെപ്പോലെ തന്നെ ആഹാരം കഴിച്ച് വളർന്നവനാണെന്നും, യേശുക്രിസ്തുവിൻ്റെ ആഹാരത്തിന് ഒരു പ്രത്യേകതയും ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ആഹാരം എന്തെങ്കിലും പ്രത്യേകതയുള്ളതായിരുന്നെങ്കിൽ അവൻ തൈരും തേനും കഴിച്ചാണ് ജീവിച്ചു വന്നതെങ്കിൽ തീർച്ചയായിട്ടും യോഹന്നാൻ്റെ ആഹാരത്തിന് വ്യത്യാസമുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ യേശുക്രിസ്തുവിൻ്റെ ആഹാരത്തിന് വ്യത്യാസമുണ്ടായിരുന്നു എന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ ലാസർ ബി മാത്യു എന്ന് പറയുന്ന അദ്ദേഹത്തെ പോലെയുള്ള വലിയ വലിയ പ്രസംഗകന്മാർക്ക് ചെറിയ ചെറിയ തെറ്റുകൾ കുറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയണമെങ്കിൽ നിങ്ങൾ വേദപുസ്തകം നന്നായി വായിക്കണം, അത് മനസ്സിലാക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.